സ്റ്റാൻഡ് എടുത്തില്ല എന്ന് മറന്നു. അപ്പം നഹ്യമ്മയാനി തീർത്ഥ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവഃ. അത് വ്യാഖ്യാനിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോയത് അല്ലേ, പലതും പറഞ്ഞു. അപ്പോൾ വെറും ജലാശയങ്ങൾ തീർത്ഥങ്ങളാവുന്നില്ല. ആ ജലാശയങ്ങൾക്ക് നമ്മുടെ സങ്കല്പശക്തി അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അത് നമ്മളെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നത്. അതുപോലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും കല്ലുകൊണ്ടോ മരം കൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയത് നമ്മളതിൽ ദേവനെ കാണുമ്പോഴേ, ഈശ്വരഭാവം കണ്ട് ഭക്തിയോടെ അതിനെ ആരാധിക്കുമ്പോഴേ അതുകൊണ്ടുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ രണ്ടിൻ്റെയും അനുഗ്രഹം ഉടനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്. തേ പുനന്തി ഉരുകാലേന. തേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തീർത്ഥങ്ങളും ദേവന്മാരും അവര് നമ്മളെ പുനന്തി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നു, പവിത്രീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നൊക്കെ അർത്ഥം. എപ്പോൾ? ഉരു കാലേന. ഉരു എന്ന് പറഞ്ഞാൽ ബഹു അർത്ഥമാണ്. ബഹുകാലേന. അപ്പോൾ കാലം കുറെ കഴിയും റിസൾട്ട് കിട്ടാം. നമ്മൾ ക്ഷേത്രാരാധന ചെയ്താൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുമോ? തീർത്ഥാടനം ചെയ്തതിൻ്റെ ഫലം ഉടനെ കാണുമോ? ഇല്ല. വല്ല വീണ് പരിക്കേറ്റാൽ അതൊക്കെ കാണുന്നേ ഉള്ളൂ, അല്ലാതെ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അതിനൊക്കെ കാലമെടുക്കും എന്നാണ്. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ കിട്ടിയില്ല എന്ന് വരും, അനേക ജന്മങ്ങൾ കഴിയേണ്ടി വരും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. എന്നാൽ ദർശനാത് ഏവ സാധവഃ. ഭഗവാൻ പറയുന്നത് സാധവഃ ദർശനാദേവ പുനന്തി എന്നർത്ഥം. സജ്ജനങ്ങളെ നിങ്ങൾ കാണുന്ന മാത്രയിൽ, ദർശന മാത്രയിൽ അവർ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. സജ്ജനങ്ങൾ, സാധുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് സാധു ശബ്ദത്തിനർത്ഥം. സദാചാരശീലന്മാരും പരന്മാർക്ക് വേണ്ടി ജീവിക്കുന്നവരും. പരകാര്യം സാധ്നോതി ഇത് സാധു ആണ് സാധു ശബ്ദത്തിന് ഒരു നിർവചനം. പരകാര്യം സാധ്നോതി, മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളെ സാധിച്ചു കൊടുക്കുന്നവൻ. ഒരു സ്വന്തം അജണ്ടയില്ല ഒരു കാര്യത്തിൽ. കരുണയോടുകൂടെ മറ്റുള്ളവർ പറയുന്നത്. അങ്ങനെയുള്ള അറിവുള്ള സാധുക്കളുടെ ദർശനം തന്നെ, മഹാത്മാക്കളുടെ ദർശനം തന്നെ നമ്മളെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാലോ, അവരെയും ഒരുവിധം മനസ്സിലാക്കി കാണണം നമ്മൾ. അത്രത്തോളം പ്രയോജനം. ചിലപ്പോൾ ചില മഹാത്മാക്കളെ നമുക്ക് അറിയില്ല, അവരുടെ മഹത്വം അറിയില്ല. പക്ഷെ അവരുടെ അടുത്തേക്ക് ചെന്നാൽ അറിയാതെ നമ്മൾ മാറിപ്പോകും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പലർക്കും ഉണ്ട് അല്ലേ. പലരെയും വിമർശിക്കാൻ വേണ്ടി ചെന്നവർ. ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ, അദ്ദേഹം സന്യാസി വർഗത്തെ തന്നെ വിമർശിക്കാനും അവരെക്കുറിച്ച് എന്താ പറയുക, നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും, എന്നുവെച്ചാൽ സന്യാസിമാരാണ് ഈ ഭാരതത്തെ നശിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബാലകൃഷ്ണ മേനോൻ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് ഋഷികേശിലേക്ക് വണ്ടി കയറിയ ആളാണ്. പക്ഷെ അയാൾ പിന്നെ ബാലകൃഷ്ണ മേനോൻ അവിടുന്ന് കഴിഞ്ഞു. പിന്നെ ഇറങ്ങിയത് 2 വർഷം കഴിഞ്ഞ് ചിന്മയാനന്ദൻ എന്ന പേരിലാണ്. ആരെ കണ്ടപ്പോൾ മാറി? ശിവാനന്ദ സ്വാമികളെ. ആദ്യം കണ്ടത് ശിവാലയത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ അദ്ദേഹം സേവനം അന്നാണ്. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള സാധുജനങ്ങൾക്ക്, പാവങ്ങൾക്കും സന്യാസിമാർക്കും ഫ്രീ ആയിട്ട് ആതുരാലയം സ്ഥാപിച്ചു. ശിവാനന്ദ ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ട്. 200 ബെഡുള്ള ആശുപത്രിയാണ്. അവിടെ അദ്ദേഹം ആരംഭിച്ചതാണ്. അതൊരു നഗരമായിട്ട് മാറി, ശിവാനന്ദ നഗർ ഋഷികേശിലെ. എത്രയോ പേർക്ക് എന്തെല്ലാമോ സേവനം ചെയ്യുന്നുണ്ട്.
ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്നുള്ള പേരിൽ ലോകം മുഴുവൻ വ്യാപിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ സറണ്ടർ ആയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ കേരളീയനായ പാലക്കാട്ടുകാരനായിട്ട് തപോവന സ്വാമികളുടെ കീഴിൽ അദ്ദേഹം വേദാന്തം കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചു. അങ്ങനെയാണ് ബാലകൃഷ്ണൻ പോയി മരിച്ച് ചിന്മയാനന്ദൻ ജനിച്ചത്. അപ്പോൾ യു ടേൺ ആയി ജീവിതമേ. ഒരു റിബലായിരുന്ന ഒരാൾ, എന്താ പറയുക, മദ്യപാനം, സിഗരറ്റ് വലിയൊക്കെ ചെയിനായിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? ബാലകൃഷ്ണ മേനോൻ. സ്വാമി ചിന്മയാനന്ദായ ശേഷവും സിഗരറ്റ് വലിക്കുമായിരുന്നു. ശിവാനന്ദ സ്വാമിജി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതാണ് ശിവാനന്ദ സ്വാമിയുടെ മഹത്വം. പെട്ടെന്നൊന്നും നീ നിർത്തണ്ട, പതുക്കെ നിർത്തിയാൽ മതി, നിനക്ക് തോന്നുമ്പോൾ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും ശിവാനന്ദ സ്വാമികൾ. അതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. അത്രയും ഉദാരമനസ്കനായിരുന്നു പറയുക. ശിഷ്യന്മാരുടെ എന്ത് കുറവുകളുണ്ടെങ്കിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്നൊരു ശിഷ്യനെ തിരുത്താൻ ശ്രമിച്ചാൽ അയാൾ ചാടിപ്പോവുകയുള്ളൂ, ഇല്ലേ? ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ അങ്ങനെ തന്നെയാണ്, ദയാനന്ദ സ്വാമികളും അങ്ങനെ തന്നെയാണ്. ഗുരുകുലത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കും ബ്രഹ്മചാരിമാർ, തമ്മിൽ അടിയും തല്ലും ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഓരോരുത്തർ ചെന്ന് അവരോട്, സ്വാമിജിയോട് ചെന്ന് പറയും, ഇന്നാളിന്ന് തെറ്റ് ചെയ്തു, സ്വാമിജി അയാളെ പിടിച്ച് പുറത്താക്കണം. എല്ലാവരും ആ പുറത്താക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പറയുക. അത്രയും ഗുരുതരമായിട്ടുള്ള തെറ്റുകളായിരിക്കും. അപ്പോൾ സ്വാമിജി എന്ത് ചെയ്യും? അവനെ വരാൻ പറയൂ എന്ന് പറയും. അയാളെ വിളിച്ചു വരുത്തി സ്വാമിജി വാതിലടച്ചിട്ടിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചായിരിക്കില്ല, ഇയാൾ എന്ത് തെറ്റ് ചെയ്തു അതിനെക്കുറിച്ച് ചോദിക്കില്ല. എന്നാപ്പാ நல்லா இருக்கியா, சாப்பாடெல்லாம் எப்படி இருக்கு? സ്വാമിജി തമിഴിലും ഇംഗ്ലീഷിലും ആണ് സംസാരിക്കും. അപ്പോൾ എല്ലാം നല്ല പോകുതാ, പഠിപ്പെല്ലാം നല്ല പോകുതാ എന്നൊക്കെ ചോദിച്ച് വളരെ ഇതായിട്ട് സ്നേഹപൂർവ്വം പെരുമാറും. അപ്പോൾ ഇവൻ പേടിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇതോടുകൂടി എൻ്റെ പണി കഴിഞ്ഞു, എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താ, സ്വാമിജി വളരെ സ്നേഹത്തോടെ ഈ ഇതൊന്നും താൻ കേട്ടിട്ടില്ല എന്നുള്ള മട്ടിൽ, ശരി നല്ല ഉടമ്പ പാത്തുക്കോ, നല്ല എല്ലാറ്റിലെയും ശ്രദ്ധിച്ചിക്കോ എന്ന് പറഞ്ഞ് നല്ലൊരു കാര്യവും പറഞ്ഞിട്ട് ഈ സ്വാമിജിയുടെ അടുത്ത് ചെവി കൊണ്ടുപോയിട്ട് ഈ കുറ്റം പറഞ്ഞു കൊടുത്തവർ നിരാശരാകും. അങ്ങനെയാണ് ഇവർ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിപ്പോൾ ഏത് മഠത്തിൽ ചെന്നാൽ, അമൃതാനന്ദമയ മഠത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അമ്മയുടെ കാരുണ്യവും സ്നേഹവും അവിടെയുള്ള ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് അവിടെ ചെന്നാൽ കാണാം. അതുപോലെയാണ് എല്ലാ ഗുരുക്കന്മാരും. അപ്പോൾ അവർ കാരുണ്യമൂർത്തികളാണ്. അവർക്ക് ആരെയും കുറ്റം കാണാനോ ശിക്ഷിക്കാനോ ഉള്ള സ്വഭാവമല്ല. അപ്പോൾ അതാണ് ഇവിടെ പലരും എന്നോട് നേരിട്ട് പറഞ്ഞത്, ഞാൻ സത്യസായി ബാബയെ കല്ലെറിയാൻ വേണ്ടി പോയ ആളാണ്, അദ്ദേഹത്തിൻ്റെ മാജിക്കോ എന്തൊക്കെയാണ്, ഇന്ദ്രജാലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് എത്ര കാരുണ്യത്തോടെ സ്നേഹത്തോടെ എന്നെ അടുത്തു. എന്നുവെച്ചാൽ എവിടെയോ ദൂരെ ഇരിക്കുന്ന എന്നെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ച് എനിക്ക് അനുഗ്രഹം തന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനം കല്ലോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അയാൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശിഷ്യനായി മാറി. ഇത് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചെന്നിട്ടുള്ള വിവേകാനന്ദനും അതുപോലെയുള്ളവരും ഒക്കെ അതുപോലെ തന്നെയാണ്. ഓരോരുത്തരുടെ കഥയെടുത്താലും യു ടേൺ അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് മഹാത്മാക്കളുടെ അടുത്തേക്ക് ചെന്നാൽ അവരെ ഉപദ്രവിക്കാൻ കൂടി ചെന്നാൽ പോലും അവരുടെ കാരുണ്യം കൊണ്ട് നമ്മളെ മാറ്റിയെടുക്കും. അതാണ് തേ പുനന്തി, മറ്റതൊക്കെ ഒരു കാലേന പുനന്തി, എന്നാൽ ദർശനാദേവ സാധവ, സജ്ജനങ്ങൾ ദർശനമാത്രയിൽ നമ്മളെ രക്ഷിക്കുന്നു. ഇപ്പോൾ വാൽമീകി എങ്ങനെയാണ്, രത്നാകരൻ വാൽമീകിയായതാണ് അല്ലേ? രത്നാകരൻ കൊള്ളയടിക്കാൻ വേണ്ടി അവരെ തടഞ്ഞു നിർത്തിയതാണ് സപ്തർഷികളെ. അവരെന്ത് ചെയ്തു? നീ ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വാ, നീ ചെയ്യുന്ന തിന്മകളുടെ ഫലമൊക്കെ നിന്റെ വീട്ടുകാരനുഭവിക്കുമെന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് വന്ന ആള് ഇവരുടെ ശിഷ്യനായി മാറുക ചെയ്തു. അദ്ദേഹത്തിന് രാമ എന്ന് പോലും വായിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മരാമര എന്ന് പറഞ്ഞു കൊടുത്തു. വ്യത്യസ്ത വർണ്ണരൂപേണ എന്ന് പറയും, വർണ്ണത്തെ തിരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതാണ് മഹാത്മാക്കളുടെ മാഹാത്മ്യം. അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി മഹാത്മാക്കളുടെ അടുത്ത് ചെന്നാലോ അതിന്റെ ഫലം ഇമ്മീഡിയറ്റ് ആണ്. അതാണ് ഭഗവാൻ ഭാഗവതത്തിൽ പല പ്രാവശ്യം പറയുന്നത്. അക്രൂരന്റെ ഗൃഹത്തിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്,
സമന്ത പഞ്ചകം എന്ന് പറഞ്ഞ തീർത്ഥത്തിൽ വെച്ച് ഋഷീശ്വരന്മാരെല്ലാവരും കൂടി സമാഗമിച്ചിരിക്കുന്ന ഒരു കുരുക്ഷേത്രത്തിൽ ഒരു സൂര്യഗ്രഹണ സന്ദർഭത്തിൽ എല്ലാവരും കൂടി സമാഗമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവ ഉപദേശത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ മഹാദേവൻ മാർക്കണ്ഡേയനെ നോക്കി പാർവതീദേവിയോട് പറയുന്നുണ്ട്. പാർവതീദേവിയോട് മഹാദേവൻ പറഞ്ഞോളൂ, ഇതാ ഇതുപോലെയുള്ള മഹാത്മാക്കളെ അവരെ ദർശിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. അതുപോലെയുള്ള സന്ദർഭങ്ങൾ ഭാഗവതത്തിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ പദവ്യത്യാസങ്ങളോട് ആശയം ഇത് തന്നെയായിട്ട് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളും സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളുമാണ് ആര്? മഹാത്മാക്കൾ. പ്രതികരിക്കുന്ന ക്ഷേത്രങ്ങളും പ്രതികരിക്കുന്ന തീർത്ഥങ്ങളുമാണ് മഹാത്മാക്കൾ. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ പൂജാരിക്ക് പോലും ഒരു വിവരം ഉണ്ടാവില്ല അല്ലേ? അയാൾ പൂജാരിയാണ്. പ്രയോഗേ തെറ്റാണ്. പൂജയോട് ശത്രുതയുള്ള ആള് അരി, അങ്ങനെ പറയാനേ പാടില്ല. അത് തമിഴിൽ എങ്ങനെ പൂശാരി പൂശാരി എന്ന് പറഞ്ഞു വന്ന് മലയാളത്തിലും പൂജാരിയായി മാറിയതാണ്. യഥാർത്ഥത്തിൽ പൂജകൻ, പുരോഹിതൻ എന്നൊക്കെയുള്ള പേരാണ് നമ്മൾ പറയേണ്ടത്. പൂജകൻ എന്നേ പറയാവൂ, പൂജാരി എന്ന് പറയാൻ പാടില്ല. അപ്പം എന്തായാലും അവർക്കും ഒരു വിവരവുമില്ല. അവർക്കാകെ ദക്ഷിണയിൽ മാത്രമേ നോട്ടമുള്ളൂ. എവിടെ ചെന്നാലും നിങ്ങൾ എത്ര ദക്ഷിണ ഇടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രസാദം വേണമെങ്കിൽ നിങ്ങളെ പൂജിക്കും ഭഗവാന് പകരം. അപ്പോൾ ക്ഷേത്രങ്ങളെക്കാൾ തീർത്ഥസ്ഥാനങ്ങളെക്കാൾ മഹാത്മാക്കളുടെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ഭഗവാൻ ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്ദർഭവശാൽ പറഞ്ഞതാണ്. എവിടുന്നാണ് നമ്മളിങ്ങോട്ട് പോയത്? അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. അതിന്റെ ഭാഷ്യം വായിച്ച് ഒന്ന് സാമാന്യം പറഞ്ഞിട്ട് അടുത്ത സ്വഭാവത്തിലേക്ക് പോകാം. അപ്പോ ഭാഷ്യകാരൻ പറയുന്നു, നശോച്യ സദ്വൃത്തത്വാത് പരമാർത്ഥരൂപേണ ച നിത്യത്വാത് താൻ അശോച്യാൻ അന്വശോചഃ അനുശോചിതവാൻ അസി തേ മ്രിയന്തേ മന്നിമിത്തം അഹം തൈഃ വിനാ ഭൂതഃ കിം കരിഷ്യാമി രാജ്യസുഖാദിനാ ഇതി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടൊരു ഓർമ്മ വരുന്നു എനിക്ക്. അപ്പൊ എന്താണ്? ന ശോച്യ ഇതി അശോച്യ. ദുഃഖിക്കേണ്ടാത്തവർ, ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടയോ അവർ. അനുശോചിതവാനസി, നീ അനുശോചിതം, ഞാൻ കാരണം അവര് മരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അഹം തൈഹി വിനാഭൂതഃ കിങ്കരിഷ്യാമി, ഞാൻ അവരെ കൂടാതെ എന്തു ചെയ്യും? അവരും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് സുഖമുള്ളൂ, സന്തോഷമുള്ളൂ. മുത്തശ്ശനും ഗുരുക്കന്മാരും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ കൂടെ വിജയം ആഘോഷിക്കാൻ സന്തോഷമാണ്. അവരെ കൊന്നിട്ട് പിന്നെ ആരുടെ മുമ്പിൽ എനിക്ക് വിജയം ആഘോഷിക്കാനാണ്? രാജ്യസുഖാദിനായി, രാജ്യം സുഖം മുതലായത് കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? അപ്പൊ ത്വം പ്രജ്ഞാവതാം ബുദ്ധിമതാം വാദാൻ ച വചനാനി ച ഭാഷസേ. നീ പ്രജ്ഞാവാദങ്ങളെ ഭാഷിക്കുന്നു എന്നുണ്ട്. എങ്ങനെയുള്ള എന്താണ് പ്രജ്ഞാവാദങ്ങൾ? ബുദ്ധിമതാം വാദാൻ, ബുദ്ധിമാന്മാരുടെ വാദങ്ങളെ നീ ഭാഷിക്കുന്നു. തത് ഏതത് മൗഢ്യം പാണ്ഡിത്യം ച വിരുദ്ധം ആത്മനി ദർശയസി ഉന്മത്തൈവ. എന്തു പറയും? പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. പ്രജ്ഞാവാന്മാരുടെ ബുദ്ധിമാന്മാരുടെ വാക്കുകളെ പറയുന്നു. ഏതത് മൗഢ്യം പാണ്ഡിത്യം ച വിരുദ്ധം. ചിലത് നിനക്ക്, ചില വാക്കുകൾ നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, ചിലത് നീ മൗഢ്യമാണ് പറയുന്നത്, മൂഢന്റെ ഭാവമാണ്. ഇത് രണ്ടും വിരുദ്ധമാണ്, പരസ്പര വിരുദ്ധമാണ്. ഒരാളിൽ ചേർന്നിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചേർന്നിരിക്കുന്നെങ്കിൽ അവൻ ആരാണ്? ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ആളാണ്, അല്ലേ? ഉന്മത്തൻ ആണ്, ഭ്രാന്തനാണ്, മദ്യപാനിയാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതെങ്കിലും ഒന്ന് ഉറച്ചു പറയൂ. ഒന്നുകിൽ പാണ്ഡിത്യത്തിന്റെ ഉറച്ച രീതിയിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ മൗഢ്യം ഉറച്ചു പറയൂ, നീ മൂഢനാണെന്ന് പറയാം. ഇത് രണ്ടും അല്ലാതെ നീ പറയണോ എന്നുള്ളതാണ് ഭഗവാന്റെ അഭിപ്രായം. യസ്മാത് ഗതാസൂൻ ഗതപ്രാണാൻ മൃതാൻ അഗതാസൂൻ അഗതപ്രാണാൻ ജീവതഃ ച ന അനുശോചന്തി പണ്ഡിതാഃ ആത്മജ്ഞാഃ. എന്തെന്നാൽ പ്രാണൻ പോയവരെ കുറിച്ച്, ഗതപ്രാണന്മാരെ കുറിച്ച് അഥവാ മൃതന്മാരെ കുറിച്ചോ, അഗതപ്രാണാൻ അഥവാ ജീവതഃ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ
പണ്ഡിതാഹ അഥവാ ആത്മജ്ഞാഹ ന അനുശോചന്തി. ആത്മജ്ഞാനികൾ ദുഃഖിക്കാറില്ല. അപ്പൊ എന്താണ് ആത്മജ്ഞാനം എന്ന്? പണ്ഡിതൻ എന്നുള്ള വാക്കിന് ആത്മജ്ഞ എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. പണ്ട ആത്മവിഷയാ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ. പണ്ട എന്ന് പറഞ്ഞാൽ ആത്മവിഷയാ ബുദ്ധി, ആത്മാവിനെ സംബന്ധിച്ച ബുദ്ധി ജ്ഞാനമാണ് പണ്ട. അത് ആർക്കുണ്ടോ യേഷാം തേഹി പണ്ഡിതാഹ, അവരാണ് പണ്ഡിതന്മാർ. പാണ്ഡിത്യം നിർവിദ്യ, ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിനെ കോട്ട് ചെയ്യണു. പാണ്ഡിത്യം കൊണ്ട് നിർവേദം വന്നിട്ട് എന്ന് പറഞ്ഞാൽ ജ്ഞാനം വന്ന് നെഗറ്റീവ് ക്വാളിറ്റിയാണെന്ന് വിചാരിക്കും. വാസ്തവത്തിൽ രാഗം വിഗതമായ അവസ്ഥയാണ് വൈരാഗ്യം. രാഗം എന്ന് പറഞ്ഞാൽ പാഷൻ, അറ്റാച്ച്മെന്റ്, ഡിപ്പെൻഡൻസി എന്നൊക്കെ അർത്ഥമാണ്. രാഗം വിഗതമായത്. വിഗതം രാഗം വിരാഗം, വിരാഗസ്യ ഭാവം വൈരാഗ്യം. വിഗതം രാഗം വിരാഗം, തസ്യ ഭാവം വൈരാഗ്യം. അതാണ്. അപ്പൊ രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, പാഷൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി, ഇങ്ങനെയുള്ള ആ ഭാവമാണ്. അത് പോയാൽ അവൻ സ്വതന്ത്രനായി. നമ്മളെ ഈ ലോകത്തിനിടെ അടിമയാക്കിയിരിക്കുന്ന എന്താണ്? ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അതിനോടുള്ള ആ ഡിപ്പെൻഡൻസി, അറ്റാച്ച്മെന്റ്. അതുണ്ടെങ്കിലേ ഞാനുള്ളൂ, അതുണ്ടെങ്കിലേ എനിക്ക് സുഖമുള്ളൂ, എനിക്ക് പൂർണ്ണതയുള്ളൂ എന്നുള്ള ഏതൊക്കെയോ വസ്തുക്കളെയും ആളുകളെയും സിറ്റുവേഷൻസിനെയും നമ്മൾ ആശ്രയിച്ച് നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അതിലൊക്കെ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. ബന്ധമാണത്. ആ ബന്ധത്തിൽ നിന്നുള്ള മോചനമാണെന്ത്? വിരാഗം അഥവാ വൈരാഗ്യം. ഇൻഡിപെൻഡൻസ്. വൈരാഗ്യത്തിന് ഏറ്റവും നല്ല വാക്ക് ഇൻഡിപെൻഡൻസ് എന്നാണ് അർത്ഥം. അല്ലാതെ ആരോടെങ്കിലും ശത്രുതയല്ല. ഡിപ്പെൻഡൻസി ഇല്ലായ്മ. ഏതവസ്ഥയിലും, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നമുക്ക് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ലാഭമാകട്ടെ നഷ്ടമാകട്ടെ, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, ജയമാകട്ടെ പരാജയമാകട്ടെ, മാനമാകട്ടെ അപമാനമാകട്ടെ, ഇത് ലോകത്തിൽ സ്വാഭാവികമാണിത് മാറി മാറി വരിക എന്നുള്ളത് ഇല്ലേ? നമ്മൾക്ക് ഒരാൾ നമ്മളെ മാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ അപമാനിക്കാനും ആളുകൾ തയ്യാറുണ്ട് ചുറ്റും. അപ്പോൾ ദുഃഖിക്കാനും റെഡി ആയിക്കോളൂ. മാനത്തിൽ സന്തോഷിക്കുന്നവർക്ക് ഇമ്മീഡിയറ്റ് വരാനിരിക്കുന്ന എന്താണ്? അപമാനത്തിന്റെ ദുഃഖം കാത്തിരിപ്പുണ്ട്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഈ ദ്വന്ദ്വങ്ങൾ. ശീതം നമുക്കിഷ്ടമാണെങ്കിൽ ഉഷ്ണം പിന്നാലെ വരും, അപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഉഷ്ണത്തെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിശാലത ആർജിക്കലാണ് നമ്മൾ വേണ്ടത്. ശീതത്തെ അക്കോമഡേറ്റ് ചെയ്യുക, ഉഷ്ണത്തെയും അക്കോമഡേറ്റ് ചെയ്യുക. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വലിപ്പം വേണം, സ്പേസ് വേണം. സ്പേസാണ് അക്കോമഡേഷൻ. എവിടെയാ സ്പേസ് വേണ്ടത്? നമ്മുടെ മനസ്സ് വലുതാവണം. ഈ മനസ്സ് വലുതാവുന്നതാണ് യഥാർത്ഥത്തിൽ സുഖം എന്ന വാക്കിന്റെ അർത്ഥം. സുഖം, ഖം എന്നാൽ സ്പേസ് എന്നാണ് അർത്ഥം. സംസ്കൃതത്തില് ഖം എന്ന വാക്കിന് സ്പേസ് എന്നാണ് അർത്ഥം. ആകാശം, ആകാശത്തിന്റെ പര്യായമായിട്ടാണ് ഖം. പക്ഷിക്ക് ഖഗം എന്താ അർത്ഥം? ആകാശത്തിൽ ഗമിക്കുന്നത്. ഖേ ഗച്ഛതീതി ഖഗം. നമ്മുടെ നഖം എന്താ അർത്ഥം? നഖം, നോ സ്പേസ്. ഹൈ ഡെൻസിറ്റി മെറ്റീരിയലാണ് നഖം. ഇതിൻ്റെ അകത്തേക്ക് ഒന്നും കുത്തിക്കയറ്റരുത് എന്നാണ്. പോലീസുകാർ കുത്തിക്കയറ്റും പൊട്ടുസൂചി അല്ലേ? എന്തിന്? സത്യം പറയാൻ. കാരണം സ്പേസ് ഇല്ലാത്തടത്ത് കുത്തിയാൽ അധികം വേദനിക്കുള്ളൂ. വേറെ എവിടെയെങ്കിലുമൊക്കെ കുത്തിയാൽ അധികം വേദനിക്കില്ല. നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനോ മുറിവോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നഖത്തിൽ കുത്തിയാൽ ഭയങ്കര വേദനയാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. നഖം. നമ്മുടെ പൂർവികർ സംസ്കൃത ഭാഷ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് നോക്കുക. മുഖം, ഖം എന്നാൽ സ്പേസ്, ദ്വാരം എന്ന അർത്ഥമാണ്. അപ്പൊ നമ്മുടെ മെയിൻ ഗേറ്റ്സ് ഒക്കെ എവിടെയാണ്? ശരീരത്തിന്റെ 7 ഗേറ്റ് ഉണ്ട് ഇവിടെ. അതിൽ മെയിൻ ഗേറ്റ് ഇതാണ്. അതുകൊണ്ട് ഇതിനാണ് മെയിൻ അർത്ഥം. മുഖം എന്നാൽ വായ എന്നാണ്, മൗത്ത് എന്നുള്ള അർത്ഥത്തിലാണ് സംസ്കൃതത്തില് മുഖശബ്ദം ഏറ്റവും അധികം പ്രയോഗിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഫേസ് എന്നുള്ള അർത്ഥത്തിലും മുഖം എന്ന് പ്രയോഗിക്കാം. എന്തുകൊണ്ട്? 7 ഓട്ടകൾ ഉള്ളതുകൊണ്ട്. 7 ദ്വാരങ്ങൾ, 7 സ്പേസ് നമ്മുടെ ഉള്ളിലേക്ക് ലോകം പ്രവേശിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഇവിടെ മുഖത്തുണ്ട്. 7 ദ്വാരങ്ങളാണ്. 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 1 വായ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര്? മുഖം എന്ന്. അതിൽ ഏറ്റവും മെയിൻ ഏതാണ്?
വായ. ഇതിലൂടെ ഇത് മെയിനാണ് എല്ലാവർക്കും. കണ്ണില്ലെങ്കിലും ജീവിക്കാം, കാതില്ലെങ്കിലും ജീവിക്കാം, മൂക്കില്ലെങ്കിലും ജീവിക്കാം. വാ കീറിയാൽ ആരാ പറഞ്ഞ്? വരരുചി പറഞ്ഞിട്ടുണ്ട് അല്ലേ? മക്കൾ ജനിച്ചപ്പോ വായുണ്ടോ എന്നാ വിട്ടോ, വായുണ്ടെങ്കിൽ ജീവിച്ചോളൂ. ഏകകോശ ജീവിക്കും വേണ്ടത് എന്താണ്? ഒരു വായാണ്. മറ്റ് ജന്തുക്കൾക്കൊന്നും മറ്റിന്ദ്രിയങ്ങളൊന്നും ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും ആദ്യത്തെ ഇന്ദ്രിയം തുറക്കുന്നത് വായാണ്. ഈ വായിലൂടെ മുഖ്യമായത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ മുഖ്യമായ ഖം, മെയിൻ ഗേറ്റ്, മെയിൻ സ്പേസ് എന്നൊക്കെ അർത്ഥമുള്ള ഈ വിഴുങ്ങുന്ന അല്ലേ? എത്ര വിഴുങ്ങിണ്ടാവും നമ്മൾ ജനിച്ചന്ന് തുടങ്ങി ഇന്ന് വരെ? ഓരോരുത്തരും കണക്കെടുത്താലോ, നമ്മുടെ റേഷൻ കാർഡ് നോക്കി അല്ലേ, നമ്മുടെ പലചരക്കിലെ പറ്റ് നോക്കി, പച്ചക്കറി വാങ്ങിക്കുന്ന കണക്ക് നോക്കി, മാസം തോറും നമ്മൾ എത്ര വാങ്ങിച്ചിട്ടുണ്ട്, എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട് നോക്കിയാൽ ഓരോരുത്തരും ടണ്ണ് കണക്കിലാണ് അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 100 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര ടണ്ണ്, എത്ര ലോറി വിഴുങ്ങിണ്ടാവും നോക്കിയാൽ മതി. അപ്പൊ അത് ഗേറ്റ് അല്ലേ, മെയിൻ ഗേറ്റ് അല്ലേ? ആ അർത്ഥത്തിലാണ് മുഖം വന്നതിന് പേര്. മൊത്തത്തിൽ 7 ദ്വാരങ്ങളുള്ളതുകൊണ്ട് മുഖം. അപ്പൊ സുഖം എന്താണ്? സു പ്ലസ് ഖം ആണ് സുഖം. സുഷ്ടു ഖം സുഖം. ദുഃഖം എന്താണ്? ദുഃ പ്ലസ് ഖം ദുഃഖം. ആ സു ദു എന്നുള്ളതിന് 2 അർത്ഥങ്ങളാണ്. സുഷ്ടു ഖം. സുഷ്ടു എന്ന് പറഞ്ഞാൽ ശോഭനമായത്, നല്ലത്, നല്ല സ്പേസ്, സുഖം. ദുഷ്ടു കം ദുഃഖം. ദുഷ്ടു എന്ന് പറഞ്ഞാൽ ദുഷിച്ചത്, നാരോ സ്പേസ് ഇല്ലാത്തത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഏത് ഹൃദയത്തിൽ സ്പേസ് ഇല്ലയോ അഥവാ അക്കോമഡേഷൻ ഇല്ലയോ അവർക്ക് ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. വേറെ വഴിയില്ല. കാരണം അവർക്ക് എവിടെ പോയാലും ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു വസ്തുവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു സാഹചര്യത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാറ്റിനെയും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അവനൊരിക്കലും സ്വൈരം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിന് സുഖം വേണോ? എന്ത് വേണം? മനസ്സിനെ വിശാലമാക്കുക. ഇതൊരു അർത്ഥമാണ്. സുഖശബ്ദത്തിന്റെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു അർത്ഥമാണിത്. നമ്മൾ ഏതർത്ഥത്തിലാണ് എടുക്കണ വെച്ചാൽ ഖം എന്നാൽ ഇന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. സ്പേസ് ആണല്ലോ, അത് ദ്വാരമാണല്ലോ. അതുകൊണ്ട് ഖം എന്നാൽ ഇന്ദ്രിയം, ഖാനി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമാണ്. അപ്പോ ഖമ്മിന് സുഷ്ടുവായത് സുഖം, പ്ലസന്റ് ഫോർ അവർ സെൻസസ്. എന്തൊക്കെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്ലസന്റ് ആയിരിക്കുന്നുവോ, പ്ലഷറബിൾ ആയിരിക്കുന്നുവോ, നമ്മൾ അതിനെയാണ് സുഖമെന്ന് ചുരുക്കി വച്ചിരിക്കുന്നത്. അതെങ്ങനെയാ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് സുഖമാകുന്നത്? അത് നമ്മുടെ ശീലം കൊണ്ടാണ്. നമ്മൾ ചിലതൊക്കെ ശീലിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ദോശ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ബെസ്റ്റ് ദോശ അല്ലേ? മദേഴ്സ് ദോശ. അതിനേക്കാൾ നല്ല ദോശ ആരുണ്ടാക്കിയാലും ഇഷ്ടാവില്ല. ആവോ? അപ്പോൾ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്ന് കഷ്ടപ്പെട്ട് നല്ല ദോശയൊക്കെ ഉണ്ടാക്കി തന്നാലും രുചി കിടക്കുന്നത് ഏതാണ്? അമ്മയുടെ രുചിയാണ്, അമ്മയുടെ ദോശയുടെ രുചിയാണ്. അത് മാറില്ല. എന്നാലും എൻ്റെ അമ്മയുടെ ദോശ പോലെ വരില്ല. കാരണം എന്താ? നിങ്ങൾ ആ ടേസ്റ്റാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാവിൻ്റെ രുചിയാവട്ടെ, കേൾക്കുന്ന കാര്യങ്ങളുടെ ചെവിയിലൂടെ കേൾക്കുന്ന സംഗീതാദികളാവട്ടെ, നല്ല വാക്കുകളാവട്ടെ, ഭാഷയാവട്ടെ, നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്നതിൽ ഒരു രുചി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മണത്തിൽ നമ്മളൊരു രുചി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നും മീൻ കൊട്ടയും അടുത്ത് വെച്ച് കിടക്കുന്ന മീൻകാരിക്ക് മുല്ലപ്പൂ അടുത്ത് വെച്ചാൽ കിടക്കാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? അവൾക്ക് മീൻ കൊട്ടയുടെ നാറ്റം കിട്ടണം അല്ലേ? അതുപോലെ എന്നും വീട്ടിൽ തെറിയും പറഞ്ഞ് അടിയും കിട്ടുന്ന ഭാര്യമാർക്ക് രാത്രി ഭർത്താവിന്റെ അടി കിട്ടാതെ ഉറക്കം വരില്ല. പണിക്കെത്തിയാരുടെ പതിവ് എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. കള്ളു കുടിക്കാതെ ഭർത്താവ് വന്നാൽ മിണ്ടാതെ കിടന്നുറങ്ങിയാൽ അവള് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ഉറക്കമില്ലാതെ. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി, നിനക്ക് എന്താ ഉറക്കം വരാത്തത്? അതെനിക്ക് പതിവ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ്? അയാൾക്ക് കള്ളു കുടിച്ച് അടിക്കുന്ന അയാൾക്ക് ബോധമില്ല. അപ്പൊ ബോധമുള്ളപ്പോൾ അയാൾ ചോദിച്ചു, എന്താ വേണ്ടത്? അത് ദിവസവും നിങ്ങൾ തരുന്ന ആ 2 അടിയുണ്ടല്ലോ, അത് കിട്ടിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഇന്നത്തെ ദിവസം എൻ്റെ പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് പൂർണ്ണമാവണമെങ്കിൽ ഡെയിലി ഈവനിങ്
രണ്ടടിയും കൂടി കിട്ടണം. അയാൾക്ക് എങ്ങനെ കള്ളു കുടിക്കണത്, അയാൾക്ക് ദിവസം പൂർണ്ണമാകുന്നത്, അതുപോലൊരു ഹാബിറ്റായിട്ട് ഇവരും ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഹാബിറ്റ്സ് ആണ്. ഈ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നിടത്താണ് നമ്മൾ കുറെ കൂടി വിശാലമാക്കി വെക്കേണ്ടത്. മനസ്സ് ഇല്ലാതാകില്ല. മനോനാശം എന്നുള്ളത് സാധ്യമല്ല. കാരണം മനസ്സ് എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണ്. നമ്മുടെ ഈശ്വര സൃഷ്ടിയിലാണ് പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, നമ്മുടെ അന്ധകരണങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഈശ്വര സൃഷ്ടിയായിട്ടാ പറയുക. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതാക്കാൻ പറ്റുമോ? നിങ്ങളെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഓർമ്മകൾ ഉണ്ടാവും. അത് ചിത്തം എന്നുള്ളതാണ് സ്മൃതി, ഓർമ്മകൾ നിലനിൽക്കുന്നത്. ഓർമ്മകളെ നശിപ്പിക്കാനാവില്ല. ഓർമ്മകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അമ്മ തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും, എത്ര ജ്ഞാനം നേടിയാലും, അല്ലേ? ഓർമ്മ എന്നുള്ളത് നല്ലൊരു വാല്യൂ ആണ്, നല്ലൊരു ഗുണമാണ്, നമുക്ക് പ്രയോജനമുള്ളതാണ്. ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെയാ ചെയ്യാന്ന് അറിയില്ല, അല്ലേ? രാവിലെ എഴുന്നേറ്റ് എവിടേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എവിടെയാ അതിന്റെ സ്വിച്ച് തന്നെ അറിയില്ല. ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ഏത് ദിക്കിലേക്കാണ് എഴുന്നേൽക്കേണ്ടത്, എവിടെയാണ് അതിന്റെ സ്വിച്ച് ഉള്ളത്, ഇരുട്ട് മുറിയാണെങ്കിൽ ബാത്റൂം തിരയും. അപ്പൊ ഓർമ്മ എന്നുള്ളത് വേണ്ടേ? എല്ലാ കാര്യത്തിലും ഓർമ്മ വേണം. ഓർമ്മയെ കളയാനും പറ്റില്ല. പക്ഷേ അതിനെ എന്ത് ചെയ്യാം? നല്ല ഓർമ്മകളാക്കി മാറ്റാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ അറിവ് നല്ല അറിവായി നമ്മുടെ ബുദ്ധിയെ അറിവ് കൊണ്ട് നിറയ്ക്കണം. നല്ല അറിവ് കൊണ്ട് ശുദ്ധമാക്കണം. ശരിയായ അറിവ് കൊണ്ട് ബുദ്ധിയെ നിറയ്ക്കണം. അതുപോലെ മനസ്സിലും ഈശ്വര ചിന്ത അഥവാ സത്യചിന്ത, അതാണ് മനസ്സിനെ നിറയ്ക്കേണ്ടത്. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. മനസ്സിൽ എപ്പോഴും ആ ഈശ്വര തത്വത്തെക്കുറിച്ചിട്ടുള്ള ബോധം. സത്യം പരം ധീമഹി. ഭാഗവതം ആരംഭിക്കുന്ന അങ്ങനെയല്ലേ? സത്യം പരം ധീമഹി. ആ പരമസത്യത്തെക്കുറിച്ച് ഞാൻ ധ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ അനുസന്ധാനം ചെയ്യുന്നു. അപ്പൊ പരമസത്യത്തെ വിചാരം ചെയ്യുകയാണ് മനസ്സുകൊണ്ട് ചെയ്യേണ്ടത്. പരമസത്യത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യവഹാരങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ മനസ്സിനെ ആത്യന്തികമായിട്ട് നശിപ്പിക്കാനാവില്ല, നശിപ്പിക്കാൻ പാടേണ്ടതില്ല. മനസ്സ് ശുദ്ധാക്കിയാൽ മതി. ശുദ്ധാക്കുക എന്ന് പറഞ്ഞാൽ നല്ല അറിവ് കൊണ്ട് മനസ്സ് ക്ലീൻ ആയിരിക്കുക, നല്ല ചിന്തകളെ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. യദ്ഭാവഃ തദ്ഭവതി. ആസ് യു തിങ്ക് സോ യു ബിക്കം. നിരന്തരം നിങ്ങൾ നെഗറ്റീവ് ചിന്ത കൊണ്ടിരുന്നാലോ അതായിത്തീരും നിങ്ങൾ. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്. ഇതാണ് പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ജാതി ചിന്ത പോലും വേടന്മാർക്കൊക്കെ ഉള്ള ചിന്ത ഇതാണ്, അപകർഷതാബോധം. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് അറിവില്ല, ഞാൻ നീചജാതിയാണ്. ഇത് മാറ്റി നല്ല ചിന്തകൾ നിറയ്ക്കാനാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എല്ലാവർക്കും, കുട്ടികൾക്കും നമ്മളും നിലനിർത്തണം, കുട്ടികൾക്കും പഠിപ്പിക്കണം. നമ്മൾ ആരും മോശക്കാരല്ല, എല്ലാവരും ഈശ്വര സന്തതികളാണ്, ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ ഈ ലോകത്ത് ഈശ്വരൻ അല്ലാതെ, ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നിനെയും ചെറുതെന്ന് കണക്കാക്കേണ്ടതില്ല എന്നുള്ളൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്ത. ഞാൻ വിചാരിച്ച ഏത് കാര്യവും സാധിക്കാൻ കഴിവുണ്ട്, എനിക്കതിനുള്ള അറിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്നൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളതായിത്തീരും. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം എന്ന് നിരന്തരം വിചാരിച്ചാൽ അതിനുള്ള പ്രയത്നവും ചെയ്യും, ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് രോഗങ്ങളൊന്നുമില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ടേയിരുന്നാൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോകും. മറ്റത് എനിക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇല്ലാത്ത രോഗങ്ങളും വരും. അപ്പൊ നിങ്ങളുടെ മനസ്സ് എങ്ങനെ നിറച്ച് പോസിറ്റിവിറ്റി, അതിന് ഈശ്വര ചിന്തയാണ് വേണ്ടത്. ആ ഈശ്വരനെ നിറയ്ക്കുക മനസ്സിൽ. അതാണ് ഭഗവാൻ കപിലോപദേശത്തിൽ പറയും. എന്താണ്? ഛേദകൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. കപില ഭഗവാൻ അമ്മയായ ദേവഹൂതി ദേവിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ചേതഃ ഖലു അസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം.
ആത്മനോ മതം എന്നുള്ള എൻ്റെ അഭിപ്രായം. എന്താണ് എൻ്റെ അഭിപ്രായം? ചേതഹ, ചേതഹ എന്ന് പറഞ്ഞാൽ മനഃ എന്നർത്ഥത്തിലാണ് അവിടെ. അസ്യ ബന്ധായ, ഒരുവന്റെ ബന്ധനത്തിന് കാരണം അവന്റെ മനസ്സാണ്. മുക്തയേച്ച, മുക്തിക്കും അവന്റെ മനസ്സ് തന്നെയാണ് എന്ന് എൻ്റെ അഭിപ്രായം. അപ്പൊ മനസ്സ് തന്നെയാണ്. ഇത് വേറെ ശ്ലോകങ്ങളിലുണ്ട്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്ന് വേറെ ശാസ്ത്രങ്ങളിൽ പറയും. മനുഷ്യാണാം ബന്ധമോക്ഷയോ കാരണം മനയേവ, ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ കപില ഭഗവാൻ പറയുന്നുണ്ട്, ബന്ധായ വിഷയാസക്തം അല്ലെങ്കിൽ ഗുണേഷു സക്തം ബന്ധായ, ഗുണങ്ങളിൽ ആസക്തമായ മനസ്സ്. ഗുണമെന്നാൽ വിഷയങ്ങൾ എന്നർത്ഥമാണ്, ലോക വിഷയങ്ങൾ. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെയാണ് ഇവിടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. 5 വിഷയങ്ങൾ ഈ ലോകത്തിലുള്ളൂ. കാരണം 5 ഇന്ദ്രിയങ്ങളെ നമുക്കുള്ളൂ. കണ്ണുകൊണ്ട് കാണാവുന്നതോ, കാതുകൊണ്ട് കേൾക്കാവുന്നതോ, മൂക്കുകൊണ്ട് മണക്കാവുന്നതോ, നാവ് കൊണ്ട് രുചിക്കാവുന്നതോ, തൊക്കുകൊണ്ട് സ്പർശിക്കാവുന്നതോ അല്ലാതെ 6ാമതായിട്ടൊരു വിഷയം ഇല്ല. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഈ 5ൽ പെടുത്തിയിരിക്കുകയാണ്. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവവേദ്യമായതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന് തന്നെ പേര്. പ്രകർഷേണ പഞ്ചഭൂതങ്ങളുടെ, 5 വിഷയങ്ങളുടെ സമാഹാരം. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത്. 6ാമതൊരു ഇന്ദ്രിയം ഉണ്ടോ? 6ാമത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിനെ പറയും, അത്രേ ഉള്ളൂ. മനസ്സ് എന്നുള്ളത് എന്തിനുള്ളതാണ്? അനുമാനിക്കാനുള്ള കഴിവാണ്. നമുക്ക് കാണാത്തതിനെയും കാണാനുള്ള സാമർഥ്യമുണ്ട്. പുക കണ്ടാൽ അനുമാന ശക്തിയാണ്. അത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഒരാളുടെ പ്രവൃത്തി കണ്ടാൽ അയാളുടെ സ്വഭാവം നമുക്ക് അനുമാനിക്കാം, അല്ലേ? മേഘം കണ്ടാൽ മഴ വരാൻ പോണ്ട്, മഴ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ അത് മനസ്സിന്റെ ഒരു പ്രത്യേക ശക്തിയാണ്, നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള ശക്തിയാണ് അത് അനുമാനം എന്നുള്ളത്. അതീന്ദ്രിയം എന്നുള്ളത് ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ തന്നെ ചിലർക്ക് എത്രയോ വിദൂരത്തുള്ള കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. ഒട്ടും മറ്റുള്ളവർക്കാർക്കും ഒരു ലക്ഷണവും കാണുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ദൂരെ ഇരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുക, അറിയാൻ കഴിയുക. അത് നമ്മുടെ മനസ്സിന്റെ ഒരു ശുദ്ധി കൊണ്ടും ഏകാഗ്രത കൊണ്ടും തപസ് കൊണ്ടും ഒക്കെ വന്നു ചേരുന്ന ഒരു ഗുണമാണ്. അതുപോലെ ഇപ്പോൾ അമ്മമാർക്ക് മക്കൾ എവിടെയെങ്കിലും ദൂരെ ആയിരിക്കും, പക്ഷെ അവർക്കൊരു വിഷമം വന്നാൽ അമ്മമാരുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യും. അത് അവർക്ക് അത് അവർ ട്യൂണിങ് കൊണ്ട് വരുന്നതാണ്. അമ്മയും മക്കളും തമ്മിൽ ഗർഭപാത്രത്തിൽ തുടങ്ങിയ ട്യൂണിങ് ആണ്. 6th സെൻസ് എന്ന് അതിനെ അതീന്ദ്രിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ അതീന്ദ്രിയം എന്ന്, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിട്ടുള്ള ഒരു അറിവ് എന്നുള്ളതാണ്. മറ്റേത് നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് മേഘങ്ങൾ കാണുന്നുണ്ട്, പുക കാണുന്നുണ്ട്, അതിൽ നിന്നുള്ളൊരു അനുമാനം എന്നുള്ളത് അതീന്ദ്രിയം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയങ്ങളിലൂടെ തന്നെയാണ്. അവിടെ മനസ്സും ഒരു ഇന്ദ്രിയമാണ്. മറ്റേത് അതിനൊക്കെ അപ്പുറത്തായിട്ട് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിട്ടൊരു പ്രതിഭാസമാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു അതീന്ദ്രിയ ഇതാണ്. കാണാത്ത ഒരാളെ കുറിച്ച് അയാൾ ഇന്ന സമയത്ത് വരും എന്ന് പറയും, അല്ലേ? ഇന്ന ഒരാൾ ഇന്ന സമയത്ത് വരും എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാളൊരു അതീന്ദ്രിയ ജ്ഞാനമുള്ള ഒരാളാണ് അത് സംഭവിക്കുകയാണെങ്കിൽ. അപ്പം അത് മറ്റേ പ്രത്യക്ഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അനുമാനം. പ്രത്യക്ഷമൊന്നുമില്ലാതെ വിദൂരമായിരിക്കുന്ന കാലത്തിലോ ദേശത്തിലോ ഉള്ള സംഭവത്തെ കാണുന്ന കഴിവ് അത് അതീന്ദ്രിയം. അതൊരു ട്യൂണിങ് കൊണ്ട് വരുന്നതാണ്. പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ട്യൂണിങ് ഉണ്ട് നമുക്ക്. അത് നമ്മളിപ്പോൾ മുരടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നിസ്സാരമായിട്ടുള്ള ചിന്തകളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതിരുന്നാൽ അത് ഡള്ളായി പോകും, അല്ലേ? ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് ഷാർപ്പായിരിക്കും. അതാണ് മഹാത്മാക്കൾ പ്രപഞ്ചവുമായി എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഇതൊക്കെ കാണാനുള്ള സാമർഥ്യം ഉണ്ടാവും. അതീന്ദ്രിയ ജ്ഞാനം, ത്രികാലജ്ഞാനം, ഇതൊക്കെ ഋഷീശ്വരന്മാർക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സിദ്ധികളാണ്. നമ്മളും അതുപോലെ ധ്യാനവും സമാധിയും തപസ്സും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കും വന്നു ചേരും. ഈ അഷ്ടസിദ്ധികൾ എല്ലാവർക്കും വന്നു ചേരും. അത് തന്നെയാണ് മറ്റേ അണിമ, മഹിമ, ഗരിമ, ലഗിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നൊക്കെ പറയുന്ന ആ പ്രാപ്തി, പ്രാകാശ്യം എന്നൊക്കെ പറയുന്ന ഈ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളാണ്. അപ്പോൾ എവിടുന്നാ പോയേ?
മനസ്സ് ഗുണേഷു സക്തം ബന്ധായ, വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നമ്മൾക്ക് ബന്ധകാരണമാകുന്നു, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നു. ഈ ഗുണങ്ങളൊക്കെ നല്ല സുഖമുള്ളതാണ്. ഭഗവാൻ ഇതിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറയും, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ. നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു അതിനോട് നിങ്ങൾക്ക് അഡിക്ഷൻ വന്നു ചേരും, അതിനോട് സംഘം അറ്റാച്ച്മെന്റ് വന്നു ചേരും. സംഘാത് സഞ്ജായതേ കാമഃ, സംഘം പിന്നീട് വലിയൊരു ഡിസയറായിട്ട് പരിണമിക്കും, കാമമായി മാറും. കാമാത് ക്രോധോഭിജായതേ, ആ കാമത്തിന് തടസ്സമുണ്ടായാലോ അത് ക്രോധമായിട്ട് പരിണമിക്കും. പിന്നെ ക്രോധത്തിൽ നിന്ന് നമ്മുടെ ബുദ്ധിക്ക് മന്ദീഭാവമൊക്കെ വന്നു ചേരും, അങ്ങനെ നശിക്കും നമ്മൾ എന്നാ പറഞ്ഞത്. ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ എന്ത് വേണം? ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. പുംസി രഥം മനഃ മുക്തയേ ഭവതി. പുംസി എന്ന് പറഞ്ഞാൽ പുമാൻ എന്ന ശബ്ദത്തിന്റെ സപ്തമി വിഭക്തിയാണ് പുംസി. പുമാനിൽ എന്നർത്ഥമാണ്. പുമാനിൽ എന്ന് പറഞ്ഞാലോ പുരുഷനിൽ. ആരാ പുരുഷൻ? ഈശ്വരൻ എന്നർത്ഥമാണ്. പൂർണ്ണനായവൻ പുരുഷൻ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന, എല്ലാറ്റിനും ആദി കാരണഭൂതനായിരിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ പുരികളിലും എല്ലാം ശയിക്കുന്നവൻ പുരുഷൻ. പുരി ശയനാത് പുരുഷ, പൂർണ്ണത്വാത് പുരുഷ. പുരുഷ ശബ്ദത്തിന് 2 മുഖ്യ അർത്ഥമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് പുരുഷൻ. നമ്മുടെ ശരീരമാകുന്ന പുരിയിൽ ശയിക്കുന്നവൻ, ആത്മാവായി ഉള്ളിൽ ഇരിക്കുന്നവൻ, ജീവനായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തില് പുരുഷൻ എന്നാണ്. അപ്പോ പുംസി എന്ന് പറഞ്ഞാൽ പുമാനിൽ, ഈശ്വരനിൽ. ആ ഈശ്വരനിലാണ് മനസ്സ് രമിക്കുന്നതെങ്കിൽ രഥം വാ എന്ന് പറഞ്ഞാൽ രമിക്കുന്നതായിട്ട് ഭവിച്ചാൽ, അപ്പൊ മനസ്സ് ഈശ്വരനിൽ രമിച്ചാൽ മുക്തയെ, മുക്തിക്ക് കാരണമാകുന്നു അതേ മനസ്സ് തന്നെ. അപ്പൊ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിരിക്കലാണ് മുക്തിക്ക് കാരണം, അല്ലാതെ വോയിഡ് അല്ല. മനസ്സിൽ ചിന്താശൂന്യമായിട്ടുള്ള അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ മെന്റലാക്കും. നിങ്ങൾ വോയിഡാക്കി വെച്ചാൽ പിന്നെ അവിടേക്ക് ആദ്യം കയറി വരിക ആരാണ്? നമ്മൾ വീട് കാലിയാക്കി വെച്ചാൽ ആദ്യം കയറി വരിക എട്ടുകാലി, പല്ലി, പെരിച്ചാഴി. മറ്റേ നല്ലതിലേക്ക് വിളിച്ചു കൂട്ടിയാൽ പോലും വരില്ല, അല്ലേ? നിങ്ങൾ വീട്ടിലേക്ക് നല്ലവരൊക്കെ വരണം എന്ന് പറഞ്ഞാലും വരില്ല, ദുഷ്ടന്മാരൊക്കെ വേഗം വരും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. അപ്പൊ അതിനെ വാക്കമായിട്ട് വെക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ശൂന്യാക്കി വെക്കാനല്ല പറയണത്. അതിലേക്ക് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ, ഈശ്വരനെ നിറയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ മനസ്സ് എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണ്, അതിന് നാശമില്ല, അത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എന്താ പറയുക, വല്ല മരുന്നൊക്കെ കൊടുത്തിട്ട് ഈ വോയിഡാക്കി വെക്കാം. അതാണല്ലോ മറ്റ് പലരും ചെയ്യുന്നത്. വല്ല ലഹരി മരുന്നൊക്കെ എന്ത് ചെയ്യണു? ലഹരി മരുന്ന് ഒരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നു. പിന്നെ അതിന് ഡോസ് കഴിഞ്ഞാലോ ഇതിനേക്കാൾ ഡബിളായിട്ട് ചിന്ത വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എളുപ്പ വഴികൾ കൊണ്ടൊന്നും മനസ്സിനെ നമുക്ക് എപ്പോഴും ശാന്തമായി നിർത്താൻ സാധിക്കില്ല. ആ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ചിന്തകളെ നിറയ്ക്കുക. ഈശ്വര ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഈശ്വരനാണ് മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ അച്യുതൻ, അല്ലേ? ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. അച്യുതൻ കളിയാടട്ടെ. നാശരഹിതനായിട്ടുള്ള, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ ഭഗവത് ചിന്തയാണ് നമ്മളെപ്പോഴും. നിങ്ങളാകെ അസ്വസ്ഥരാവും, ഇറിറ്റേറ്റഡ് ആവും, പിന്നെ എന്നെയൊന്നും കേൾക്കില്ല നിങ്ങൾ. നിങ്ങൾ അയാളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ അയാളെ പുറത്താക്കാൻ പറ്റും? അയാൾ പുറത്താവില്ല എന്ന് ഉറപ്പായാലോ നമ്മൾ സ്വയം പുറത്ത് പോകും. അപ്പൊ ഇത് ഒരു നോൺ അക്കോമഡേഷനാണ്. അതാണ് നമുക്ക് വിഷമമുണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ അവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത നമുക്കുണ്ടെങ്കിൽ, പക്ഷെ അതെങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാക്കുക? അതാണ് മുഖ്യം. അതാണ് ശരിയായിട്ടുള്ള സുഖം. ഏത്?
മനസ്സിന്റെ വിശാലത ഉണ്ടാവാനുള്ള വഴി ആ ഏറ്റവും വലുതിനെ അറിയുക. ബ്രഹ്മം എന്ന വസ്തുവാണ് ഏറ്റവും വലുത്. അതാണ് ഞാനെന്നുള്ള ബോധം. അത് തന്നെയാണ് സർവവും എന്നുള്ള ബോധം. എല്ലാം ആ ഈശ്വര ചൈതന്യമാണ്. എല്ലാം ആ പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. ഞാനും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളും തമ്മിൽ വാസ്തവത്തിൽ ഭേദമില്ല, ഒരു ഭേദവുമില്ല. എനിക്ക് അയാളെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. അയാളും ഞാനും ഒരേ വസ്തുവാണ്. ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ ഈശ്വരനിൽ നിന്ന് വന്ന രണ്ട് ശരീരം മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിലുള്ള ദ്രവ്യങ്ങൾ എടുത്തു നോക്കിയാലും ഒക്കെ കോമൺ ആണ്. എന്തിനാ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടുന്നത്? എന്തിനാ മറ്റൊരാളെ ദ്വേഷിക്കുന്നത്? അതാണ് ഈ ഒരു അറിവ് ആരുടെ ഉള്ളിൽ ഉറയ്ക്കുന്നുവോ അവർക്ക് എത്ര ദുഷ്ടന്മാരിലും ശത്രു എന്നുള്ള ഭാവമില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ വിമർശിക്കാം. അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിനെ വിമർശിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് അവർ നന്നായി വരികയാണെങ്കിലോ, അവർ ആ ദോഷമുള്ള പ്രവൃത്തി ചെയ്യാതിരുന്നാൽ നമുക്ക് സഹിക്കാവര്, അല്ലേ? ഒരു വിഷമവുമില്ല. അപ്പൊ നമുക്കിവിടെ ലോകത്തിൽ ശത്രുക്കളെ ഇല്ല. മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ നിശ്ചയിക്കണം. കാരണം എല്ലാം ആരാണ്? ഈശ്വരനാണ്. സർവം ഖൽവിതം ബ്രഹ്മ. ഇതെല്ലാം ഇതം സർവം ബ്രഹ്മ ഖലു. എല്ലാം ബ്രഹ്മാണല്ലോ. പുരുഷയേവേദം സർവം. ഇതെല്ലാം കാണുന്നതെല്ലാം ആ പുരുഷനാണ്, വിരാട് പുരുഷനാണ്, ഈശ്വരനാണ്. ഈശാവാസ്യം ഇതം സർവം. എന്റെ ദൃഷ്ടിയെ എല്ലാറ്റിലും ഈശ്വരനെ നിറഞ്ഞു കാണുന്നതായിട്ട് ഞാൻ ഭാവിക്കുന്നു. അപ്പൊ എവിടെ നോക്കിയാലും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അപ്പൊ അങ്ങനെ എല്ലാറ്റിലും ആ ഈശ്വര ചൈതന്യത്തെ കാണാൻ കഴിയുമ്പോൾ എനിക്കൊരാളോടും ശത്രുതയില്ല. എൻ്റെ മനസ്സിൽ അവരോട് വിദ്വേഷ ബുദ്ധിയില്ല. അവർ നശിച്ചു കാണണം എന്നുള്ള ചിന്തയില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവർക്കും വിഷമം, ചുറ്റുപാടുകൾക്കും വിഷമം, അല്ലേ? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാം, അതിനെ അവരോട് പറഞ്ഞ് തിരുത്താനായിട്ട് പറയാം. അത് ശത്രുത കൊണ്ടാണോ? ആണോ? ശത്രുത കൊണ്ടല്ല. അത് നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി, എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ സന്യാസിമാര്, ഞങ്ങളെ പോലെയുള്ളവര് ഒക്കെ അധർമ്മങ്ങളെ വിമർശിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ജിഹാദ് പ്രവർത്തനങ്ങൾ, അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളത് കുറച്ചുകൂടി പബ്ലിക്കായിട്ട് പറയും. അത് ഞങ്ങൾക്ക് ദേഷ്യമുള്ളത് കൊണ്ടാണോ? നമ്മൾ ഒരിക്കലും ദ്വേഷം കൊണ്ടല്ല പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ആ പ്രവൃത്തി എത്ര പേർക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. അതൊന്ന് തിരുത്തിയാൽ മതി. കെട്ടിപ്പിടിക്കാം നമുക്കവരെ. ഒരു എല്ലാവരെയും നമുക്ക് വാസ്തവം പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നാറില്ലേ? നല്ല സ്നേഹമുള്ളവർക്ക് നമുക്ക് നമ്മുടെ ഉള്ളില് പരസ്പരം ആ ഒന്നാണെന്നുള്ള ഫീല് ആ ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് അപ്പം കിട്ടുന്നത്, അല്ലേ? അതേ ഫീല് നമുക്ക് എല്ലാവരോടും തോന്നണം. പക്ഷേ ചിലപ്പോൾ ചിലർ മൂർഖൻ പാമ്പിനെ പോലെ പെരുമാറിയ, അല്ലേ? മൂർഖൻ പാമ്പിനെ നമ്മൾ ഒരു മുയലിനെ ചേർത്ത് അണയ്ക്കും പോലെ അണയ്ക്കാൻ പറ്റുമോ? മാനിനെ ചേർത്ത് അണയ്ക്കും പോലെ, പശുക്കുട്ടിയെ ചേർത്ത് അണയ്ക്കും പോലെ, പട്ടിക്കുട്ടിയെ ചേർത്ത് അണയ്ക്കും പോലെ പറ്റുമോ? മൂർഖൻ പാമ്പിനെ അതിന്റെ സ്ഥാനത്ത് നിർത്തണം. അതിന്റെ പല്ലെടുത്ത് കളഞ്ഞാൽ കെട്ടിപ്പിടിക്കാം, കഴുത്തിലെടുത്തിടാം, അല്ലേ? ആനയെയും പുലിയെയും സിംഹത്തെയും മെരുക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെയും കെട്ടിപ്പിടിക്കാം. അത് ഉപദ്രവിക്കില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ. അല്ലാതെ നമുക്ക് ആരോടും ശത്രുത ഉണ്ടായിട്ടല്ല. പക്ഷെ നിർത്തേണ്ടിടത്ത് നിർത്തണം. അപ്പൊ ഇതാണ് നമ്മുടെ വ്യവഹാരത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. സ്നേഹിക്കുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കാം, അല്ലാത്ത മറ്റ് സമൂഹ വിരുദ്ധ പ്രവൃത്തി ചെയ്യാം എന്നുള്ളതിന് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക?
അപ്പോഴേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കോമഡേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായില്ല. എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ് ഉപനിഷത്തുകൾ, വേദമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരിലും അവനവനെ കാണുക. നിങ്ങൾക്ക് നിങ്ങളെ പുറത്താക്കാൻ പറ്റുമോ? എവിടെ പോയാലും നിങ്ങൾ പുറകെ തന്നെ വരും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനെയും പുറത്താക്കാൻ പറ്റില്ല. അതാണ് വാസ്തവം. എല്ലാം ആത്മാവാണ്, എല്ലാം ഒന്നാണ്, എല്ലാം ഞാൻ തന്നെയാണ്. ഈ അറിവ്, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് സുഖം. എന്തിനു വെറുതെ ഞാൻ ഒരാളെ ദ്വേഷിക്കണം? എന്തിനൊരാളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റായ ചിന്ത ഞാൻ കൊണ്ടു നടന്ന് എൻ്റെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യണം, അജിറ്റേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലോ നമുക്ക് എപ്പോഴും ശാന്തി തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ദുഷ്ടന്മാരെ കാണുമ്പോൾ, മൂർഖൻ പാമ്പിനെ കാണും പോലെ ഇത്തിരി ഒന്ന് മാറി നടക്കുക. അതിന്റെ അടുത്ത് ചെന്നാലേ അത് നമ്മളെ ഉപദ്രവിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ അർജുനനെ മൂഢാ എന്ന് വിളിച്ചത് ഇന്നത്തെ ശ്ലോകത്തില് നല്ല അടി കൊടുത്തു. നീ മൂഢത്തരമാണ് പറയുന്നത്, വിഡ്ഢിത്തരമാണ് പറയുന്നത് എന്ന് പറയാതെ പറഞ്ഞു. നീ മൂഢനാകുന്നു. കാരണം നീ രണ്ടും കൂടി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രജ്ഞാവാദങ്ങളെ പറയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. രണ്ടും കൂടി ഒരിടത്ത് ഇരിക്കില്ല. പണ്ഡിതനാണോ ദുഃഖമുണ്ടാവില്ല. പണ്ഡിതന്റെ ലക്ഷണം ദുഃഖമുണ്ടാവില്ല. ഇവിടെ ദുഃഖം എന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ അതിനെ എന്താ പറയുക, അതിനോട് ഒരു ചെറിയ പ്രതികരണമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് മറന്നുപോകും, അതിനെ കൊണ്ടു നടക്കില്ല. ഒരാൾ നമ്മളോട് വളരെ ഉപദ്രവിച്ച് പെരുമാറിച്ചാൽ അപ്പം ചീത്ത പറയും അവനെ. പക്ഷെ എപ്പോഴും അത് ഉള്ളിൽ കൊണ്ടു നടക്കുമോ? വേറെ പണിയുണ്ട്. ഈ ചപ്പു ചവറൊക്കെ കൊണ്ടു നടക്കലല്ല നമ്മുടെയൊക്കെ പണി. ഇതാണ് അവസ്ഥ അല്ലേ? മറ്റതെന്താണ്, ചിലര് മരിച്ചാലും മറക്കില്ല. എന്നോ ഏതോ ഒരു മൂഡില് എന്തോ ഒരു വാക്ക് പറഞ്ഞതാണ് ആരോ, അതിന് പ്രതികാരം എപ്പോഴും കൊണ്ടു നടക്കുക, അവരോട് മിണ്ടാതിരിക്കുക, അവരെ കാണുമ്പോൾ അകന്നു പോവുക, അവരെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനും വിളിക്കാതിരിക്കുക, അവരുടെ വീട്ടിലേക്ക് പോകാതിരിക്കുക. നല്ല ബന്ധുക്കളായിരിക്കും, പക്ഷെ അവരെ കാണുമ്പോഴൊക്കെ ഒരു അസഹിഷ്ണുത അല്ലേ? അവർക്ക് വല്ല എന്താ പറയുക, അഭിവൃദ്ധി ഉണ്ടായാൽ അസൂയ, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ചിന്ത. ഇതൊക്കെ എന്തിനാണ് അല്ലേ? ഇതൊക്കെ ഭാരമല്ലേ? ഇതൊക്കെ നമ്മളെ തന്നെയല്ലേ നശിപ്പിക്കണം? ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തന്നെയാ ഭാരം. നമുക്കൊരു ക്യാൻസറിനേക്കാൾ അപകടമാണ് ഇതൊക്കെ. ശരീരത്തിന് എങ്ങനെയാണോ ക്യാൻസർ, അതുപോലെ മനസ്സിനും ബുദ്ധിക്കും ബാധിക്കുന്ന ക്യാൻസറാണ് ഈ മറ്റുള്ളവരോടുള്ള ദ്വേഷം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയാലോ. ക്യാൻസറിന് ചികിത്സിക്കില്ലേ? ശരീരത്തിലെ ക്യാൻസറിന് ചികിത്സിക്കില്ലേ? അതേപോലെ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും നശിപ്പിക്കാതിരിക്കുക, ക്യാൻസർ ആക്കാതിരിക്കുക. എപ്പോഴും എല്ലാവരോടും സമബുദ്ധിയോടെ പെരുമാറുക. ചില ആളുകൾ ചിലപ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും, പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് പ്രതികരിച്ചു എന്ന് വരും. അത് പക്ഷെ ഉള്ളിൽ കൊണ്ടു നടക്കാതെ അപ്പം തന്നെ അവരുടെ പുറകെ ചെന്നിട്ടൊന്ന് പാറ്റ് ചെയ്യുക, പോട്ടേട്ടോ. അതന്ന് അപ്പോഴത്തെ സന്ദർഭത്തിൽ അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്ത് പോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്, സാരമില്ല, സോറി എന്ന് പറഞ്ഞാൽ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും അവർക്ക് തന്നെ കുറ്റബോധം തോന്നും. ഇങ്ങനെയുള്ള ഒരാളോട് നമ്മൾ അല്ലേ അങ്ങനെ പെരുമാറിയല്ലോ എന്ന് തോന്നി അവർ തിരിച്ചിങ്ങോട്ട് പറയും. അപ്പം ഇത് വളർത്തുകയാണ് വേണ്ടത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തുകയാണ്. ആരോടും ശത്രുത ഇല്ലാതിരിക്കാൻ. എല്ലാവരും ഈശ്വര സ്വരൂപികളാണ്, എല്ലാവരും ആത്മസ്വരൂപികളാണ്. എൻ്റെ തന്നെ പ്രതിബിംബത്തെയാണ് ഞാൻ എല്ലാവരിലും കാണുന്നത്. എൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഈശ്വരൻ്റെ വിഭൂതികളാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ രണ്ടാമതൊരു വസ്തു മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പം ഇല്ല, ഇനിയിട്ടുണ്ടാവാനും പോകുന്നില്ല. കാരണം ആകെ ഉണ്ടായിരുന്നത്, എല്ലാം ഇല്ലാത്തതിന് മുമ്പും ഒന്നുമില്ലായ്മയിലും ഒന്നുണ്ടായിരുന്നു. അതാരാണ്? ഒരേ ഒരു ചൈതന്യം, ഈശ്വര ശക്തി. അതൊക്കെയാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. തത്വമസി മഹാവാക്യം വരുന്ന ആ ചാന്തോക്യം എന്ന ഉപനിഷത്തില് ആ ശ്വേതകേതു എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഉദ്ദാലകൻ എന്ന് പറയുന്ന
അച്ഛനും ഗുരു ഒരാൾ തന്നെ അവിടെ ഉപദേശിക്കാൻ ആരംഭിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ കുറേ പറഞ്ഞ് തത്വമസി 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 എന്ന് ഉപദേശങ്ങൾ 9 പ്രാവശ്യം കൊടുക്കുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്? സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഹേ സൗമ്യ, അല്ലയോ പ്രിയപ്പെട്ടവനെ, പ്രിയദർശന, മോനെ എന്നൊക്കെ അർത്ഥത്തില് സൗമ്യ. സദ് ഏവ ഇതം അഗ്രേ ആസീത്. ഇതം അഗ്രേ എന്ന് പറഞ്ഞാൽ, ഇതം എന്ന് പറഞ്ഞാൽ പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോ ഉള്ളത്, അതിന്റെ അഗ്രേ മുമ്പേ. അപ്പൊ ഈ പ്രസന്റിൽ കാണുന്ന ലോകത്തിനെല്ലാം ഉണ്ടാകുന്നതിനെല്ലാം മുമ്പേ, അഗ്രേ ഇൻ ദ വെരി ബിഗിനിങ് അർത്ഥത്തിലാണ്. ക്രിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഇതം അഗ്രേ സത് ഏവ ആസീത്. സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്തിനെയാണ് നമ്മൾ പല പേരിൽ ബ്രഹ്മമെന്നും ഈശ്വരനെന്നും പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഭഗവാൻ എന്നും ഒക്കെ പല ശബ്ദങ്ങളിൽ പറയുന്നത്. അതാണ് സത്യം പരം ധീമഹി. ആ സത്തിനെ തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, പരബ്രഹ്മം എന്ന് പറയുന്നത്, പല പേരിൽ വിളിക്കുന്നത്. ആ സത്ത് എന്ന് പറഞ്ഞാലോ ഉള്ളത് എന്നാണ്. ഉണ്മ എന്നാണ് സത് ശബ്ദത്തിനർത്ഥം. അപ്പൊ ഉള്ളതിൽ നിന്നേ ഈ കാണുന്നതെല്ലാം ഉണ്ടാവൂ. ഇല്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുവെച്ചാൽ ശൂന്യത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? ശൂന്യത്തിൽ നിന്നുണ്ടാവുന്നത് ശൂന്യം. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. മത്തൻ കുത്തിയാൽ മത്തനെ മുളയ്ക്കുള്ളൂ. ഇപ്പോൾ പിന്നെ സങ്കരവർഗ്ഗങ്ങളായിട്ട് മത്തനും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും കൂടി കൂടിയത് കൊണ്ടാണ്, അല്ലേ? തനിയെ മത്തൻ വിത്ത് മാത്രമാണെങ്കിൽ മത്തനേ ഉണ്ടാവുള്ളൂ. അപ്പൊ മുമ്പ് ഒന്നുമില്ലായ്മയായിരുന്നു ആണെങ്കിൽ, ശൂന്യമായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ശൂന്യത്തിൽ നിന്ന് ശൂന്യമേ ഉണ്ടാവൂ. ഇത് ചിന്തിച്ചാൽ തന്നെ മുമ്പിലുള്ള വസ്തുവിന്റെ അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കും. പിന്നെ ആ വസ്തുവിന്റെ എന്തൊക്കെ സാധ്യതകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ സാധ്യതയാണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് ഒരു ഉപനിഷത്ത് പറഞ്ഞു. മറ്റൊരു ഉപനിഷത്ത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അതിന് ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിൽ 3 സാധ്യതകൾ എന്തായാലും ഉണ്ട്. എന്താണ് അത്? എല്ലാ കാലത്തും ഉള്ളതാണ്. അത് സത്യം എന്ന വാക്കുകൊണ്ട്, ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അത് കോൺഷ്യസ് ആണ്. കോൺഷ്യസ്നസ് എന്നാണ് ജ്ഞാന ശബ്ദത്തിനർത്ഥം. അപ്പൊ അത് കോൺഷ്യസ് ആയിട്ടുള്ള വസ്തുവാണ്. എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ജഡമായിട്ടുള്ള വസ്തുവിൽ നിന്ന് എന്തേ ഉണ്ടാവുള്ളൂ? ജഡമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ ജഡമാണോ? ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുമുള്ള സസ്യലതാദികളും പക്ഷി മൃഗാദികളും ഒക്കെ ജഡങ്ങളാണോ? അല്ല. അപ്പൊ കാരണം ജഡമായിരുന്നുവെങ്കിൽ കാര്യവും ജഡമായിരിക്കും. ജഡമായ കാരണത്തിൽ നിന്ന് ജഡമായ കാരണങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കല്ലിൽ നിന്ന് സ്വർണ്ണ ശില്പം ഉണ്ടാക്കാൻ പറ്റില്ല. കല്ലിൽ നിന്ന് കല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതുപോലെ കാരണത്തിന്റെ ഗുണമേ കാര്യത്തിൽ ഉണ്ടാവുള്ളൂ. കാരണത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ കാര്യത്തിലും ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും DNA പരിശോധിച്ചാൽ ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അല്ലേ? മുമ്പേ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കോൺഷ്യസ് ആയിരുന്നു, അത് ജ്ഞാനമായിരുന്നു, അതിന് ബോധം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. ആ വസ്തുവില് രൂപം ഉണ്ടായിരുന്നില്ല. ആദ്യത്തിൽ രൂപമില്ല, ബട്ട് അത് ഉണ്ടായിരുന്നു. ഉള്ളതിന് ബോധവും ഉണ്ടായിരുന്നു. സത്യം ജ്ഞാനം അനന്തം എന്നും പറഞ്ഞു. എന്താ അനന്തം? അതിന് പരിമിതികളില്ലാത്തതാണ്. അനന്തം എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തതാണ്. അതിൽ നിന്ന് ഇമ്മൻസ് ആയിട്ട് എന്തു വേണമെങ്കിൽ സാധ്യതകൾ അതിൽ അടങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ഈ കാണുന്ന അന്തമുള്ള വസ്തുക്കളെല്ലാം ആ അനന്തത്തിന്റെ അഭിവ്യക്തിയാണ്. അതിൽ നിന്ന് അതിന്റെ അംശങ്ങളാണ്. ഇതാണ് ഏറ്റവും മിനിമം വേണ്ട ലക്ഷണങ്ങൾ. അതാണ് ഉപനിഷത്ത് ഒന്നിച്ചു പറഞ്ഞു.
വേറെ വേറെ ആയിട്ട് പറഞ്ഞില്ല. സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞില്ല. അതിൽ സ്വർണ്ണാംശം ഉള്ളല്ലോ, അതുകൊണ്ട് മാത്രമേ അതിന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ സദ്ഭാവം, ചിത് ഭാവം, ഈ ജ്ഞാനം തന്നെയാണ് ചിത്ത് എന്ന് പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്നും പറയുന്നത്. അനന്തം തന്നെയാണ് ആനന്ദം. പര്യായ ശബ്ദങ്ങളാണ്. അനന്തവും ആനന്ദവും പര്യായ ശബ്ദങ്ങളാണ്. ചിത്തും ജ്ഞാനവും പര്യായ ശബ്ദങ്ങളാണ്. സത്തും സത്യവും പര്യായ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറഞ്ഞതിനെ സച്ചിദാനന്ദം ബ്രഹ്മ എന്ന് പുരാണം പറയും. സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ചൈതന്യം, കോൺഷ്യസ്നെസ് എന്നൊക്കെ അർത്ഥം തന്നെയാണ്. ആനന്ദം എന്ന് പറഞ്ഞത് അനന്തത്തിന്റെ പര്യായം തന്നെയാണ്. അനന്തം തന്നെയാണ് ആനന്ദം. കാരണം നിങ്ങൾക്ക് ആനന്ദം എവിടുന്നേ ഉണ്ടാവുള്ളൂ? പരിമിതികളില്ലാത്ത അവസ്ഥയിലേ ആനന്ദമുള്ളൂ. പരിമിതി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടീഷൻഡ്, സങ്കോചം അവിടെ വന്നു, ദുഃഖം വന്നു. മുമ്പേ പറഞ്ഞില്ലേ സ്പേസ് എന്നുള്ളതിന് ഖം എന്നാൽ സ്പേസ് ആണ്. ആ ഖം ലിമിറ്റഡ് ആയാൽ എന്തായി? പരിമിതിയാണത്. പരിമിതി അല്ലേ? സ്പേസ് പരിമിതമാണ്. ഇപ്പൊ നമുക്കിവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിൽ എത്ര ആളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഒരു 100 ആള് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. 500 ആൾ ഇതിനകത്തേക്ക് കയറി വന്നാലോ നമ്മൾ പറയും പുറത്ത് നിൽക്കൂ അല്ലേ? കാരണം ഇവിടെ പരിമിതിയുണ്ട്. ഇവിടെ ഡിഫൈൻഡ് ആണ്, അളവ് ചുറ്റളവുണ്ട്, ഇത്രയ്ക്കേ ഇവിടെ പറ്റുള്ളൂ. അപ്പൊ അതെന്താണ്? സ്പേസ് ഇല്ല അതല്ലേ പറയുന്നത്? സ്പേസ് ഇല്ലായ്മയാണ് ദുഃഖം. ദുഃഖം ഇവിടെ സുഖമല്ല. നിങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, വന്നോളൂ എന്ന് പറയാൻ പറ്റില്ല. ലിമിറ്റഡ് സ്പേസിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പം നോൺ അക്കോമഡേഷനാണ് ദുഃഖം. അപ്പം നിങ്ങൾ പരിമിതരാവും തോറും നിങ്ങൾക്ക് ദുഃഖം വരുന്നു. അപ്പോൾ ഇവിടെ അനന്തം എന്ന് പറഞ്ഞാൽ പരിമിതിയില്ലാത്ത അവസ്ഥ എന്നാണ്. പരിമിതി ഇല്ലാത്തതിനെ ആനന്ദമുള്ളൂ. ആനന്ദം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. നമ്മൾ സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നതാണ്. സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം പെർമനന്റ് ആയിട്ടുണ്ടാവില്ല, ദുഃഖവും പെർമനന്റ് ആയിട്ടുണ്ടാവില്ല ഈ ലോകത്ത്. പക്ഷെ ആനന്ദം എന്നുള്ളത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ എവിടെ ഇരിക്കും? ആനന്ദത്തിലാണ് എന്ന് പറയും. ഒരു മഹാത്മാവ്, അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള രോഗാദി പീഡകളൊക്കെ ഉണ്ട്, പല വിഷമങ്ങളും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സോ അനന്തമായ ആ ആനന്ദത്തെ ആലിംഗനം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ ഇരിക്കണോ അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്, ശരീരം ഇരിക്കുന്നിടത്തല്ല. ശരീരത്തിൽ ഫിസിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിലും, പല ദുഃഖങ്ങളും വിഷമങ്ങളും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾക്കൊക്കെ രോഗങ്ങൾ വന്നിട്ടും സാധാരണ ലൗകികരെ പോലെ അവർ കരയും നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് എപ്പോഴും ആവലാതി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒക്കെ വളരെ പെയിൻഫുൾ ആയിരിക്കും, ചിലപ്പോൾ ചിലർ കരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരെയും ഇതാക്കി പറയുന്നില്ല നമ്മൾ. പക്ഷേ ദേഹാഭിമാനം തീരെ ഇല്ലാത്ത മഹാത്മാക്കൾ ആ ദേഹത്തിന് എന്ത് ബാധിച്ചാലും കുലുങ്ങാറില്ല. അതിനെക്കുറിച്ച് ഇതെന്റെ വേദനയാണെന്ന് താതാത്മ്യം പ്രാപിക്കാറില്ല. നിങ്ങളുടെ ശരീരത്തിലൊരു വേദനയുണ്ടെങ്കിൽ എനിക്ക് കാണുമ്പോൾ വേദനയുണ്ട്, എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു അനുകമ്പ എനിക്ക് നിങ്ങളോട് തോന്നും. എൻ്റെ മനസ്സിൽ ഒരു വേദനയുണ്ടാവും. ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? അതേപോലെ ഈ ശരീരത്തിന് വേദന കാണുമ്പോൾ, ഒരു വിഷമം കാണുമ്പോൾ ഒരു ചെറിയ ഇതുണ്ടാവും. പക്ഷെ നമ്മളെപ്പോലെ അത്രയും താതാത്മ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രമണ മഹർഷിക്കൊക്കെ കയ്യിൽ ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആശുപത്രിയിലേക്ക് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല.
ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവിടേക്ക് വന്നു, രമണാശ്രമത്തിലേക്ക് വന്നു. അവർ വന്ന് അവിടെ വെച്ച് ചികിത്സിക്കുകയാണ് അദ്ദേഹത്തിന്, എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവന്നിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാറപ്പുറത്തിരുന്നു, എന്നിട്ട് കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കട്ടുമാ എന്ന് ചോദിച്ചു, വേദനിക്കാതിരിക്കാൻ. അതെല്ലാം വേണപ്പാ, അതൊന്നും ആവശ്യമില്ല, നീ എന്നമോ പണിയിട്ട് പോ. നമ്മുടെ ഷർട്ട് കീറിയാൽ ടൈലറുടെ അടുത്ത് തുന്നാൻ കൊടുക്കില്ലേ? ചിലപ്പോൾ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ചിലപ്പോൾ വഴിയിൽ നിന്ന് കുട്ടികൾ പിടിച്ച് വലിച്ചിട്ട് ഷർട്ട് കീറും. വീട്ടിൽ അറിയാതിരിക്കാൻ അവിടെ ടൈലറെ പരിചയം ഉണ്ടാവും, നമുക്ക് സ്ഥിരം പോകുന്ന ടൈലറായിരിക്കും. അവിടെ തന്നെ പോയിട്ട് ഊരിയിട്ട് വേഗം അടിച്ചു തരാൻ പറയും. എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് പറയണ്ടേ അല്ലെങ്കിൽ. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ റിപ്പയർ ചെയ്തിട്ട് ആരും അറിയാത്ത പോലെ കൊണ്ടുവരും. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഉടുത്ത വസ്ത്രം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അഴിച്ചു കൊടുത്ത് വീണ്ടും തിരിച്ചിടുന്നത്, അതേ ലാഘവത്തോടെ രമണ മഹർഷി തൻ്റെ കൈകളെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്ത കഥയുണ്ട്, അനുഭവമാണ്. എത്രയോ മഹാത്മാക്കൾ അതുപോലെ, ഇപ്പം നാരായണ ഗുരുദേവനാവട്ടെ, അതുപോലെയുള്ള മഹാത്മാക്കൾക്കൊക്കെ രോഗങ്ങളുണ്ടാവും. ശരീരത്തിൻ്റെ സ്വഭാവമാണ് രോഗങ്ങൾ വരിക എന്നുള്ളത്. അതിനെയൊന്നും അവർ കൂസൽ ഉണ്ടാവില്ല. നമ്മുടെ തപോവന സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരു, അദ്ദേഹത്തിന് പല രോഗങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഉത്തരകാശി എന്ന് പറയുന്ന ഗംഗോത്രിക്ക് പോകുന്ന വഴി, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രമുഖമായിട്ടുള്ള താവളം. എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, എങ്കിലും അദ്ദേഹത്തിന് അവിടെ ഒരു കുടിയ ഉണ്ട്, ഒരു കുടില്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് 68 വയസ്സാണ് സമാധിയാവുമ്പോൾ. അവിടെ ഇരിക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമിജി എന്ന് കരഞ്ഞ് വിളിക്കും, ഡൽഹിയിലേക്ക് പോവാം, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ നല്ല ചികിത്സയൊക്കെ തരാം, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ചിന്മയാനന്ദ സ്വാമി നിർബന്ധിച്ച് വിളിക്കുമ്പോൾ സ്വാമിജി തിരിച്ച് ചോദിക്കും, തപോവന സ്വാമി, ചിന്മയാ, നീ ഇതാണോ എൻ്റെ നിന്ന് പഠിച്ചത്? ഡൽഹിയിൽ ആരും മരിക്കുന്നില്ലേ? നീ പറയണ ഡൽഹിയിൽ ആരും മരിക്കുന്നില്ലെങ്കിൽ ഞാൻ വരാം. ഇത്രയും കൂളായിട്ട് തൻ്റെ മരണത്തെ കാണാൻ, ഈ ശരീരത്തിൻ്റെ മരണത്തെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അറിവിൻ്റെ ആ ഗരിമയിലാണ്, അതിൻ്റെ മുകളിലായിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിന് ബാധിക്കുന്നതൊന്നും അവരെ ബാധിക്കുന്നില്ല, വിഷമമില്ല അവർക്ക് എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹത്തിന് ചാരിയിരിക്കാൻ പോലും ശരീരത്തിന് ആരോഗ്യമില്ല, വളരെ ക്ഷീണിച്ചു. അവസാനമാകുമ്പോഴേക്കും മെലിഞ്ഞ് എല്ലും തോലുമായി. അപ്പോൾ അദ്ദേഹത്തിന് ചാഞ്ഞിരിക്കാനായിട്ട് പുറകിൽ തലയണ കൊണ്ട് വെച്ചു കൊടുക്കും, ചുമരിൻ്റെ ഇടയിൽ, ചുമരിൻ്റെ അടുത്തിരിക്കുമ്പോൾ. അതിനെ തട്ടിക്കളഞ്ഞിട്ട് ഉള്ളടത്തിരിക്കും. ഒരു സുഖവും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉള്ളതിരുന്നാൽ മതി എന്ന മട്ടിൽ ചികിത്സയോ സുഖസൗകര്യങ്ങളോ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ വൈരാഗ്യത്തിൻ്റെ മൂർത്തികളായിട്ടാണ് ഇവരൊക്കെ ജീവിച്ച് കാണിച്ചത് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് മാർഗം കാണിച്ചു തരണം, ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ സത്യമാണ് എന്ന്. അതുകൊണ്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ നാരദ മഹർഷി നാരദ ഭക്തിസൂത്രത്തിൽ പറയും, തീർത്ഥീ കുറുവന്തി തീർത്ഥാനി സത് ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി. ഇതുപോലെയുള്ള മഹാത്മാക്കൾ, സജ്ജനങ്ങൾ തീർത്ഥങ്ങളെ തീർത്ഥങ്ങളാക്കുന്നത് അവരാണ്. ഇന്ന് നമ്മൾ കേരളത്തിൽ അല്ല ഭാരതത്തിലെ ഏത് മഹാക്ഷേത്രം എടുത്ത് നോക്കിയാലും അതിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് അവിടെ ഏതോ ഒരു മഹാത്മാവ് തപസ് ചെയ്തു, ആ മഹാത്മാവ് പൂജിച്ചു എന്നൊക്കെ കൊണ്ടാണ്. ആ മഹാത്മാവിൻ്റെ തപസ്സിൻ്റെയും പൂജയുടെയൊക്കെ സിദ്ധിയാണ് ആ ക്ഷേത്രത്തിന് മഹത്വം വന്നു ചേർന്നത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെന്നാലും ഒരു മഹാത്മാവിൻ്റെ സമാധി സ്ഥലം ഉണ്ടാവും. അവരാണ് അവിടെ സ്ഥാപനം ചെയ്തത് ഈ ഒരു ഇതിനെ. പല മഹർഷിമാർക്കും ഭഗവാൻ പ്രത്യക്ഷമായ സ്ഥലം എന്നാണ് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും കാണുക, അല്ലേ? ഇന്ന മഹർഷിക്ക് പ്രത്യക്ഷമായത്, ഇന്ന മഹർഷിക്ക് പ്രത്യക്ഷമായത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അദ്ദേഹം ആ ഭഗവാനെ പൂജിച്ചു. അതിന്റെ ഫലമായിട്ട് അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമായി, അതിനെ ഒരു ക്ഷേത്രമാക്കി. അപ്പൊ ആ മഹാത്മാവിന്റെ മഹത്വമാണ്. അപ്പൊ തീർത്ഥങ്ങളെ തീർത്ഥമാക്കിയത് ആരാണ്? മഹാത്മാക്കളാണ്. അപ്പൊ നമ്മൾ ഏത് തീർത്ഥക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ അന്വേഷിക്കേണ്ടത് ഇവിടെ ഏത് മഹാത്മാവാണ് ഉണ്ടായിരുന്നത്, അവരുടെ എന്തെങ്കിലും എന്താണ് സമാധി സ്ഥലമോ അവരുടെ ഉപദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവിടുന്ന് തിരിച്ചു പോരാൻ. അല്ലാതെ ക്ഷേത്രത്തിൽ മാത്രം ദർശനം ചെയ്യല്ല വേണ്ടത്.
പഴനിയിലൊക്കെ ഭോഗർ എന്ന് പറഞ്ഞൊരു മഹാസിദ്ധൻ പൂജിച്ച വിഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ടാണ് ഇന്നും ആ ക്ഷേത്രം നിൽക്കുന്നത്. അറിവുള്ളവർ പറയും, ഇനി 1000 കൊല്ലം നിങ്ങൾ അവിടെ ഒരു പൂജയും നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിനുള്ള പൂജ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന ആൾക്കാർ പൂജയല്ല ചെയ്യുന്നത്, ഭഗവാനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് നവപാഷാണം എന്ന് പറയുന്ന ഒരു കൂട്ടാണ്. 9 തരം ആയുർവേദ മരുന്നുകൾ, വിഷം പോലെയുള്ള മരുന്നുകൾ കൂട്ടിയതിന്റെ ശിലയാണത്. നവപാഷാണ ശില എന്നാ പറയുന്നത്. അതിൽ ഭയങ്കര മരുന്നാണത്, ഔഷധമാണ്. അപ്പൊ അതിൽ നിന്ന് എത്രയോ കാലങ്ങളായിട്ട് അവിടെ പൂജിക്കുന്ന പൂജാരിമാര് ചൊരണ്ടി 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 കാശുകാർക്ക്, കോടീശ്വരന്മാർ വന്ന് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്താൽ അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഭഗവാന്റെ ശരീരം ചുരണ്ടി കൊടുത്തതാണ്. ഇപ്പൊ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് പോയി നോക്കൂ, അസ്ഥികൂടം പോലെയാണ് ഭഗവാന്റെ ശരീരം, ശോഷിച്ചിരിക്കുകയാണ്. ഇവരെന്താ ചെയ്തത്? പൂജയാണോ ചെയ്തത്? അപ്പൊ ഈ പൂജ കൊണ്ടല്ല അവിടുത്തെ മഹത്വം. ആ മഹാത്മാവ് ഭോഗർ എന്ന സിദ്ധൻ പൂജിച്ചതിന്റെ, അദ്ദേഹത്തിന്റെ സമാധി താഴെ ഉണ്ട്. പഴനിമലയുടെ താഴെ അടിവാരത്തില് ഭോഗരുടെ സമാധി എന്ന് പറഞ്ഞ് കാണാം. മരുതമലയിൽ പോയാൽ അവിടെയും കാണാം പാമ്പാട്ടി സിദ്ധർ എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധർ. ഇങ്ങനെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഓരോ സിദ്ധന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും. അവരാണ് ആ തീർത്ഥത്തെ തീർത്ഥമാക്കിയത്. അതുപോലെ സത്ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി, ശാസ്ത്രങ്ങൾ, ഇതുപോലെയുള്ള ഉപനിഷത്തുകളും പുരാണങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടും ഇല്ല. ഇന്നമാതിരി ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോ അത് സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യുന്നവരാണ്. ഇന്ന മഹർഷിയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇതപ്പോ പ്രത്യക്ഷത്തിൽ അതേ മഹർഷിയെ പോലെ തന്നെ ഇദ്ദേഹവും. ശ്രീശുഖ ബ്രഹ്മർഷി എങ്ങനെയായിരുന്നു അതേപോലെ ഉണ്ട് അപ്പോഴത്തെ അഭിനവ ശുഖൻ. വ്യാസൻ എങ്ങനെയായിരുന്നു അതേപോലെ ഉണ്ട് ഇപ്പോഴത്തെ വ്യാസൻ. ശങ്കരൻ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഉണ്ട് ഇദ്ദേഹം എന്ന് മഹാത്മാക്കള് പഴയ ആളുകളെ സത്യമാണ് എന്ന് നമുക്കിന്ന് പ്രൂവ് ചെയ്തു തരുന്നു. അതുകൊണ്ടാണ് നാരദൻ പറഞ്ഞത്, ഇതുപോലെയുള്ള സജ്ജനങ്ങൾ, മഹാത്മാക്കൾ സത്ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി, ശാസ്ത്രാണി ശാസ്ത്രങ്ങളെ സത്ശാസ്ത്രീ കുറുവന്തി, സത്ശാസ്ത്രങ്ങളാണ്, അതെല്ലാം വാലിഡിറ്റി ഉള്ളതാണ്, സത്യമുള്ളതാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് ബോധ്യപ്പെടുത്തുന്നവരാണ് ഈ മഹാത്മാക്കൾ. അനാവശ്യമൊന്നും പറയരുത്. ഉണ്ട്, മഹാത്മാക്കളുണ്ട്. അപ്പോ അർജുനനെ നോക്കി മൂഢ എന്ന് വിളിക്കാതെ വിളിച്ചു ഭഗവാൻ. ഒരു ഞെട്ടലാണ് അർജുനൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചാട്ടവാർ അടിയാണ് കൊടുത്തിട്ടുള്ളത്. നീ പറഞ്ഞതൊന്നും പരസ്പരം ചേരുന്നതല്ല, നീ പണ്ഡിതനുമല്ല, മൂഢനാണ്. നാനു ശോചന്തി പണ്ഡിതാഹ, നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു എന്നിട്ട് കരയുകയും ചെയ്യണു അല്ലേ? വല്ലാതെ ഡിപ്രസ്ഡാണ് നീ. ഡിപ്രഷൻ അറിവുള്ളവരുടെ ലക്ഷണമല്ല. അറിവുള്ളവർ എപ്പോഴും ആനന്ദമായിട്ടിരിക്കും. അവർ ചുറ്റും ചെല്ലുന്നവർക്കും ആനന്ദം പ്രസരിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരാണ് പണ്ഡിതന്മാർ. അപ്പൊ ഇനി കുതഹ തേ അശോച്യാഹ യതോ നിത്യാഹ കഥം, ആചാര്യൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല, അശോച്യന്മാരായിരിക്കുന്നു? എന്തെന്നാൽ അവർ നിത്യന്മാരായിരിക്കുന്നു. നിത്യരായതുകൊണ്ടാണ് അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. കഥം, എങ്ങനെയാണ് അവർ നിത്യരായിരിക്കുന്നത്? അതാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ. വായിച്ചു നിർത്താം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമദഃ പരം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമദഃ പരം. നീയും ഞാനും ഈ രാജാക്കന്മാരും എല്ലാവരും തന്നെ മുമ്പ് ഇല്ലായിരുന്നു എന്നുമില്ല, ഭാവിയിൽ ഇല്ലാതാവുമെന്നും ഇല്ല. ഇപ്പോണ്ടല്ലോ,
ഇപ്പോഴത്തെ കാര്യം സമ്മതിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അഹം ഞാൻ, ത്വം നീ, ഇമേ ജനാധിപാഹ ഈ ജനാധിപന്മാർ, രാജാക്കന്മാർ, ഇവരെ നീ അംഗീകരിക്കണ്ടല്ലോ, പ്രത്യക്ഷമാണല്ലോ, അതിനെക്കുറിച്ച് സംശയമില്ല. ഉണ്ട്. ഓ ശരി, ഇവരുണ്ടെങ്കിൽ ഇവര് ശൂന്യതയിൽ നിന്നുണ്ടായവരല്ല, ഇവർ മുമ്പേ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ഇവർ ശൂന്യതയിൽ വിലയം പ്രാപിക്കുകയും ഇല്ല, ഇനിയും നാശമില്ലാതെ തുടരും. അപ്പോൾ പിന്നെ എന്താ നശിക്കുന്നത്? അത് അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ തുടർച്ചയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അല്ലെന്ന് ഉച്ചയ്ക്ക് വേണോ? എത്ര പേര് ഉച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്? 1 2 3. നിങ്ങളോ? നിങ്ങളൊക്കെ തയ്യാറാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം നമുക്ക്. ഓ ശരി. മഴയും നിങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ ഊണ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇരിക്കാം. ഓ എനിക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹരി ഓം.